MC ജിതിന്റെ സംവിധാനത്തിൽ നമ്മുടെ ബേസിലും നസ്രിയയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ചിത്രം സൂക്ഷ്മദർശിനി. എനിക്ക് സിനിമ നന്നായിട്ട് വർക്കായി. ഒരു 85-90% എനിക്ക് ഇഷ്ടമായി. ആ ഒരു രീതിയിലാണ് സിനിമ വന്നിട്ടുള്ളത്. നമുക്ക് ഈ സിനിമനെ വേണമെങ്കിൽ ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ ജോണറിൽ പെടുത്താൻ പറ്റിയ ഒരു കഥാഗതിയാണ് സിനിമയ്ക്കുള്ളത്. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ എന്താണ് സംഭവിച്ചത്, യഥാർത്ഥത്തിൽ സിനിമയുടെ ആ കോർ എലമെന്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ മനസ്സിൽ ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അത് മനോഹരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എൻഡിലാണ് നമുക്കതിൽ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ കാര്യങ്ങൾ ചുരുളഴിഞ്ഞ് വരുന്ന ആ സിറ്റുവേഷൻ മൊത്തത്തിൽ വരുന്നത്. നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ആ തരത്തിലുള്ള മനോഹരമായിട്ടുള്ള, നമുക്ക് വളരെ എൻജോയബിൾ ആകുന്ന രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തിട്ടുള്ളത്. പെർഫോമൻസിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നസ്രിയയും പിന്നെ നമ്മുടെ ബേസിലും അവരവരുടെ റോളുകൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ചില ഏരിയയിൽ എനിക്ക് തോന്നി ഈ റോള് നമ്മുടെ ഫഹദ് ഫാസിൽ, ബേസിലിന് പകരം ഫഹദ് ഫാസിൽ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആയിട്ട് വന്നേനെ. കാരണം കുറേ സീനിൽ ആ കൈൻഡ് ഓഫ് മാനറിസം നമുക്ക് ഫഹദിൽ ഈസി ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കത് കുറച്ചും കൂടി കൺവേബിൾ ആവുന്ന തരത്തിലുള്ള പ്രകടനം ഫഹദിന്റെ ഭാഗത്ത് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ സിനിമയുടെ അവസാനത്തിലോട്ട് പോകുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ ബേസിലിനെ തന്നെ കാസ്റ്റ് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാവുക. കാരണം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് അത്. നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത, പിടിതരാത്ത, എന്താണ് ആ സ്വഭാവം അങ്ങനെയായത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നസ്രിയ അദ്ദേഹത്തിന്റെ റോള് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില ഇടങ്ങളിലൊക്കെ നസ്രിയക്ക് നമ്മളെ പഴയ നേരത്തിലൊക്കെ ഒരു ചെറിയൊരു ആ ഒരു ക്യൂട്ട്നെസ് പരിപാടികൾക്ക് ചെറിയ രീതിയിൽ കയറി വന്നിട്ടുണ്ട്. എന്നാലും ആ ഒരു സിനിമയുടെ പില്ലർ എന്ന് പറയുന്നത് നസ്രിയ തന്നെയാണ്. നസ്രിയയുടെ പെർസ്പെക്റ്റീവിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സപ്പോർട്ടിംഗ് കാസ്റ്റ് ആയിട്ട് അഭിനയിച്ച എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മ്യൂസിക് ഡയറക്ഷൻ വരുന്നത് നമ്മുടെ ക്രിസ്റ്റോ സേവ്യർ ആണ്. സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എനിക്ക് 85-90% ഇഷ്ടമായി എന്ന് പറയുമ്പോൾ എന്താണ് പൂർണ്ണമായും അത് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യുന്ന സമയത്ത് ഈ നസ്രിയയുടെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച പ്രിയ എന്ന് പറയുന്ന നസ്രിയയുടെ ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സിനിമയിലുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ, ഒരു നോർമൽ മനുഷ്യനായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ അത് ആ രീതിയിലല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നിട്ടും ഈ വ്യക്തി എന്താ ഇങ്ങനെ ചെയ്ത്, എന്തുകൊണ്ടായിരിക്കാം എന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടാത്ത ചെറിയ ഒരു ഏരിയ സിനിമയിൽ തന്നെ ഉണ്ട്. അതൊരു കല്ലുകടിയായിട്ട് തോന്നി. പക്ഷെ അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. വളരെ ഫ്രഷ് ആയിട്ടുള്ള കുറെ എലമെന്റ്സുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ CCTV റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള സീൻസും അതിൻ്റെ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യുന്ന രീതി ആയാലും, അല്ലെങ്കിൽ CCTV ഇപ്പോൾ ഒരു ത്രില്ലർ സ്വഭാവത്തിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ അതിൻ്റെ വേറൊരു ആംഗിളിലുള്ള പ്രസന്റേഷൻ ആണ് നടന്നിട്ടുള്ളത്. ആ ഒരു ഏരിയ വളരെ മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ശരിക്കും എൻജോയബിൾ ആയി തോന്നിയത് ആ ഏരിയ തന്നെയാണ്. പിന്നെ ഇതിലൊരു ചിൽ മൊമെന്റ് ഉണ്ട്. നമ്മൾ ശരിക്കും എന്താ പറയുക, ഒരു വളരെ വിയേർഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ പേടിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാളേറെ ക്ലൈമാക്സിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ക്ലൈമാക്സിന് ഏകദേശം ഒരു 10-15 മിനിറ്റ് മുമ്പ് ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ഒരു സംഗതി ഉണ്ട് അത് നമ്മൾ ശരിക്കും ഒരു ചില്ല് ഫീൽ, നമ്മൾ പേടിക്കുന്ന ഒരു ഫീല് വരുന്ന തരത്തിലൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. സിനിമ എനിക്ക് വളരെയധികം തിയേറ്ററിൽ തന്നെ എൻജോയബിൾ ആവുന്ന തരത്തിലാണ് വന്നിട്ടുള്ളതെന്ന് തന്നെയാണ് തോന്നിയത്. നിങ്ങൾ സിനിമ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ
സിനിമയുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.